അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുറൂസുൽ ഇഹ്സാൻ്റെ 3-ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ ഒരു പേപ്പറാണ്. ഇതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കണം. 2, വിരുന്നുകാരവർ റഹ്മത്താണ് എന്ന ആശയം എന്നൊരു സന്ദേശം. ബെയ്ത്തൊക്കെ കാണാതെ പഠിക്കണം. 3-മത്തത് അള്ളാഹുവിനും റസൂലിനും വലിയ ഇഷ്ടമാണ് എന്ത്? കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തൽ. 4, ഈമാനിൻ്റെ ഭാഗമാണ് എന്ത്? അതിഥികളെ ആദരിക്കൽ. 2-മത്തത് പൂർത്തിയാക്കാം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമ, അല്ലെങ്കിൽ ഫൽയുക്രിം ദൈഫ. അത് 2 എഴുതിയാലും അതിന് ആൻസറാണ്. 1-മത്തെ പാഠം ബന്ധുക്കളെ എനിക്കിഷ്ടമാണ് എന്ന പാഠത്തിലുണ്ട്. വിരുന്നുകാർ എന്ന പാഠത്തിലും ഇതേ ഹദീസിൻ്റെ അവസാനത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഫൽ യസിൽ റഹിമ എന്നെഴുതിയാൽ മതി. 2, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. 3, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ. 4, ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിൻ്റെ ചില മര്യാദകൾ നാം പാലിക്കേണ്ടതുണ്ട്. അടുത്തത് 3-മത്തത് എന്ത് ചൊല്ലണം എന്നെഴുതാം. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലണം കേട്ടോ. ബിസ്മി തുടക്കത്തിൽ ചൊല്ലണമെന്ന് എഴുതാം. 2, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. അത് കാണാണ്ട് പഠിക്കണം. 4, എന്ത് ചെയ്യണം എന്ന് എഴുതാനാണ്. ഭക്ഷണം താഴെ വീണാൽ എടുത്ത് വൃത്തിയാക്കി കഴിക്കുക. ഭക്ഷണം കഴിച്ച പാത്രം വടിച്ച് വൃത്തിയാക്കി കഴിക്കുക. 5-മത്തത് ഉത്തരം എഴുതാം. നമ്മുടെ അയൽവാസികൾ ആരാണ്? നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അയൽപക്ക ബന്ധം ഊട്ടിയുറപ്പിച്ച ഖുറാസാനിലെ പണ്ഡിതൻ ആരാണ്? അബ്ദുല്ലാഹിബ്നുൽ മുബാറക്. ഇത് ഓർമ്മയിലുണ്ടായിരിക്കണം കേട്ടോ. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് എന്നുള്ളവരാണ്. 3, ആരാണ് കുടുംബക്കാർ? 1-മത്തെ പാഠത്തിലുണ്ട്. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. 6, സാരം എഴുതുക. ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജായിഉൻ ഇലാ ജംബി. അയൽവാസികൾ എന്ന പാഠത്തിൻ്റെ അവസാനത്തിലുണ്ട്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസി അല്ല. 6-മത്തത് 1 വീതം എഴുതാനാണ്. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങൾ. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ എന്തെല്ലാം നേട്ടമുണ്ടാവും? 1 എഴുതിയാൽ മതി. റിസ്ഖ് വിശാലമാകും, ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. അതിൽ നിന്ന് 2 കാണാതെ പഠിക്കണം. 2, കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്തണം? ആ കാര്യങ്ങളാണ്. കുടുംബക്കാരെ സൽക്കരിക്കുക, അവർക്ക് സ്വതക്ക ചെയ്യുക, കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക,
അവരെ സന്ദർശിക്കുക, അവർക്ക് ഹദിയ നൽകുക, രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക, അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക, അവർക്ക് ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. അതിൽ ഈസിയായ രണ്ടെണ്ണെങ്കിൽ കാണാതെ പഠിക്കുക. അവരെ സന്ദർശിക്കുക അല്ലെങ്കിൽ കുടുംബക്കാരെ സൽക്കരിക്കുക. ഇങ്ങനെ ഈസിയായ രണ്ടെണ്ണെങ്കിൽ കാണാതെ പഠിക്കണം. 3, അയൽവാസികളോടുള്ള കടമകൾ. 1 എഴുതിയാൽ മതി. അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്ദർശിക്കുക, അവരെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അവരുടെ കുറവുകൾ മറച്ചു വെക്കുക. ഈ അയൽവാസിയോടുള്ള കടമകളിലും അതുപോലെ കുടുംബക്കാരുള്ള കടമകളിലുമുള്ള ഒരു കാര്യമുണ്ട്, അവരെ സന്ദർശിക്കുക. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ ഇത് 2 വന്നാലും 2 ആൻസറും ഇത് എഴുതാം. അയൽവാസികളോടുള്ള കടമകൾ എന്ന് പറഞ്ഞാലും കുടുംബക്കാരുടെ കടമകൾ എന്ന് പറഞ്ഞാലും ഈ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ അത് എഴുതാം, അവരെ സന്ദർശിക്കുക എന്നുള്ളത്. അടുത്തത് അതിഥിയോട് കാണിക്കപ്പെടുന്ന മര്യാദ. അതായത് വിരുന്നുകാർ വന്നാൽ അവരോട് കാണിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? പ്രസന്ന ഭാവത്തോടുകൂടി വിരുന്നുകാരെ സ്വീകരിക്കണം, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. അടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം, വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം, അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം. 5-മത്തേത് അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് വിരുന്നുകാരൻ വന്നാൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം. വിരുന്നുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇത് വിരുന്ന് വന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ ആൻസറുകളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് പരീക്ഷകളൊക്കെ നല്ല വിജയം അല്ലാഹു നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.